അപ്പോഴത്തെ നമ്മുടെ മുകളിൽ കാണുന്നത് കൊങ്കൺ റെയിൽപാതയാണ്. ഇത് NH-66 ആ കാണുന്നത്. അപ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈസ ഇതുണ്ടോ, അവിടുന്ന് ജങ്കാർ വരുന്നുണ്ട്. ഇങ്ങോട്ട് ജങ്കാർ വരുന്നത്, ജങ്കാറിൻ്റെ ജെട്ടിയാണിത്. ഒരാൾ കോട്ടയത്ത് നിന്ന് തമ്പലക്കാട് നിന്ന് നമ്മളെ പൊൻകുന്നംകാരനാണ് കേട്ടോ. ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഏത് അക്കരയാ? അക്കരയല്ല, ഇവിടെ ഓഫീസ് അക്കര ഒരു സൈറ്റ് ഉണ്ട്. ഓ അത് ശരി. അക്കരയായിരുന്നോ? ഇല്ലില്ല ഇല്ല, ഫ്രീയാ. അല്ല, ഞാൻ സൈക്കിളുണ്ട്. അല്ല, തിരിച്ചു ഫ്രീ ഉണ്ട്. അല്ല, സൈക്കിൾ ഇതേ കയറും, തിരിച്ചു വരെ അങ്ങ് അപ്പുറ സൈഡ് പോണ്ട, ആ സൈഡാ പോണ്ട. ഞാൻ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആയിക്കോട്ടെ ജോപ്പൻ്റെ യാത്ര വേണ്ടി. അപ്പോഴത്തെ അപ്പുറത്തോട്ട് ഫെറിയിലോ അപ്പുറത്തോട്ട് വരാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ പോകുന്നില്ല കേട്ടോ. അവർ കയറുവാണ്. അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. ഫെറി യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് ഫെറികളിൽ കയറിയിട്ടുണ്ട്. ഫ്രീ ആണ്, ഫെറിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കയറുന്നില്ല ഇപ്പോൾ പോയാൽ നമ്മൾ താമസിക്കും. നമുക്ക് ഓൾഡ് ഗോവയിലെത്തണം. അപ്പോൾ ഫെറിയിൽ വണ്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിലും അങ്ങനെ 2-3 ഫെറികളിൽ നമ്മൾ കയറിയതാണ്. അപ്പോൾ അല്ല, കൊച്ചിയിലാണ് ഫെറിയിൽ കയറിയത്. നമ്മൾ വൈപ്പിനിൽ നിന്നും നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഫെറിയിലാണ് വന്നത്. അപ്പോഴത്തെ ഇത് ഫ്രീ ഫെറിയാണ് കേട്ടോ. അവിടെ നമ്മൾ പൈസ കൊടുക്കണമായിരുന്നു. ഇത് ഫ്രീ ഫെറിയാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാം ഫ്രീ ആയിരിക്കില്ല, എല്ലാത്തിനും കാശ് കൊടുക്കണം. കള്ള് കുടിച്ചാലും കാശ്, അത് ഊതിച്ചാലും കാശ്, എല്ലാം കാശ് കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇത് ചെറിയ ഫെറിയാണ് കേട്ടോ, ചെറിയ വണ്ടികൾ പോകുന്ന ചെറിയ ഫെറി. അപ്പോഴത്തെ നമ്മൾ തള്ളി ഹൈവേയിലോട്ട് കയറുകയാണ്. ഇത് നമ്മൾ സൗദിയിലാണ് ഞാൻ ഇങ്ങനത്തെ പാലം കണ്ടിരിക്കുന്നത്. ഇതുപോലെ റോപ്പടിച്ച പോലെ റോപ്പടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പൈപ്പിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ലിവർ, ഇത് പില്ലർ കൊടുത്തുള്ള പാലം സൗദിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാലം കാണുന്നത്. അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്നതും. റിയാദിൽ നിന്ന് നമ്മൾ ഔട്ടറിലോട്ട് പോകുമ്പോൾ ദമാമിലൊക്കെ പോകുമ്പോഴുള്ള ആ പാലം പോലെ തന്നെയുള്ളൊരു പാലം. ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. നടക്കുമോയെന്നറിയില്ല. മുമ്പോട്ട് പോയാൽ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുമായിരിക്കും ഇച്ചിരി നല്ലത്. സൈഡിൽ സൈക്കിൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ അവിടെ കൊണ്ട് സൈക്കിൾ വെച്ചിട്ട് നടന്നു വന്ന് വീഡിയോ എടുക്കാനാണ് കരുതുന്നത്. അപ്പോൾ ശരി, നമ്മൾ പതിയെ ആ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് വന്ന് വീഡിയോ എടുക്കാം. ആ റോപ്പിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി പാലമല്ലേ. ഈ കായലിന് നടുവേ ഉള്ള ഒരു പാലമാണ്. അതുപോലെ തന്നെ കായലിലോട്ട് തിരിയുമ്പം കണ്ടോ, വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗത്ത് വരെ വെള്ളം കയറി വരുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, അങ്ങേ കരയിൽ ഒരു അമ്പലവും പള്ളിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇനി അകലെ ഒരു പള്ളി കണ്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നത്രയും ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതലില്ല. അതുപോലെ തന്നെ പള്ളിയുടെ ഇപ്പുറത്ത് ഒരു
കപ്പൽ കിടപ്പുണ്ട്, ഒരു ഷിപ്പ്. ഇതൊരു തുരുത്താണ്. ആ തുരുത്തിനെ ഈ തുരുത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന പാലമാണിത്, ഈ കായലിൻ്റെ നടുവിലൂടെ. ഇതിൻ്റെ അടിയിലാണ് ഫെറി ഉള്ളത്. ആ സൈഡിലാണ് നമ്മുടെ ആ സമയത്ത് തന്നെ ഒരു വിമാനം പറന്നു പോകുന്നു. ആ സൈഡിലാണ്, ഈ മലയുടെ അങ്ങേ തലയിലാണ് നമ്മുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പതിയെ നീങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അപകടത്തിലാവും. അപ്പോൾ ശരി, കാഴ്ചകൾ കുറയുന്നു, മഴ കൂടുന്നു. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു. അതായത് ഗോവയിലെ 2 ഡിസ്ട്രിക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. സൗത്ത് ഗോവയും നോർത്ത് ഗോവയാണ് 2 ഡിസ്ട്രിക്റ്റുകൾ. അപ്പോൾ ഈ കായലാണ് അതിൻ്റെ അതിര്. അപ്പോൾ ഈ അതിരിനെ കീഴടക്കിക്കൊണ്ട് നമ്മളിപ്പം എന്താ പറയുന്നത്, സീറോ ലൈനിലാണ്. 2 ഡിസ്ട്രിക്റ്റിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതുണ്ടോ, കറക്റ്റ് കായലിൻ്റെ നടുവിലോട്ട് വന്ന്. ആ ഫെറി സർവീസ് അപ്പുറത്തെ തുരുത്തിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഒരുപാട് ദ്വീപുകളുണ്ട് ഈ ഭാഗത്ത്. വലത്തുവശത്തും ദ്വീപുണ്ട്, ആ ഭാഗത്തും ദ്വീപുണ്ട്. അപ്പോൾ പഞ്ചിമൊക്കെ ആ ഒരു ദ്വീപാണ്. അങ്ങോട്ടിപ്പോൾ റോഡ് സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ ഫെറികളെ ആശ്രയിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിലൂടെ പതിയെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ ഫുൾ പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ആ ക്രെയിനൊക്കെ, ടവർ ക്രെയിനൊക്കെ അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. സമ്മതിക്കണം, അടിപൊളി. എന്താ അല്ലേ, നമ്മുടെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ മൊത്തത്തിൽ മാറി. ഫുട്പാത്തുണ്ട് കേട്ടോ, അതിൽ വാക്വേ ഉണ്ട് അടുത്ത വശത്തൂടെ. വാ, അങ്ങനെ നമ്മൾ പില്ലറിൻ്റെ അടിയിലെത്തി. ഇരുമ്പ് പില്ലറാണ് കേട്ടോ, അതിനെ കവർ ചെയ്തിരിക്കുന്നതാണ് കോൺക്രീറ്റ് കൊണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി അതിൻ്റെ ഇൻസ്പെക്ഷൻ ചേമ്പറൊക്കെയാണത്. 2 ഷട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പത്തെ നമ്മൾ പാലത്തേക്കാളെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 900 മീറ്റർ കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് അടിക്കണം. അതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കണം. സമയം 2 മണിയായി. വിശപ്പിൻ്റെ വിളി ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടി പാലം കടന്നു കേട്ടോ. അതൊരു മഹാസംഭവമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ കുതിരാൻ ടണലും കടന്ന് നമ്മളിപ്പോൾ ഗോവയിലെ ഏറ്റവും വലിയ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമെന്ന് പറയാവുന്ന ഈ പാലത്തിലൂടെ നമ്മൾ കടന്ന് ഗോവയുടെ മണ്ണിലെ 2ാമത്തെ ഡിസ്ട്രിക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. നോർത്ത് ഗോവയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഇത് ഓൾഡ് ഗോവയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാണുന്ന ആദ്യത്തെ ചർച്ചാണിത്. ഒരു പഴയ പള്ളി, ലത്തീൻ കത്തോലിക്ക പള്ളികളുടെ ഒരു രീതിയിലുള്ളൊരു പള്ളിയാണ്. അപ്പോഴത്തെ പള്ളിയുടെ ഫ്രണ്ടിലെ പുല്ലൊക്കെ വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എല്ലായിടത്തും ഇവിടെ ക്ലീനിങ് നടക്കുന്ന സമയമാണ്. പള്ളിയുടെ പേരൊന്നും ഇവിടങ്ങളിൽ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഇത് മാതാവിൻ്റെ പള്ളിയാണെന്ന് തോന്നുന്നു. അതെ, മാതാവിൻ്റെ പള്ളിയാണ്. മാതാവിൻ്റെ രൂപമാണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഓൾഡ് ഗോവയുടെ മണ്ണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുക. മലമ്പ്രദേശത്തൊക്കെ മാക്സിമം ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ മൊത്തം ചുമ്മാ കിടക്കുന്ന ഭൂമിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. പഠിപ്പുണ്ടെങ്കിൽ കൃഷി ചെയ്യല, എങ്ങനെയാലും ഉള്ള കൃഷിസ്ഥലം നശിപ്പിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പണ്ടത്തെ ആളുകൾ കൃഷിയിലൂടെ ജീവിച്ചു. ഇപ്പോഴത്തെ ആളുകൾ എവിടെ നിന്നേലും ഇരന്ന് നിന്ന് ജീവിക്കുന്നു.
സത്യം പറഞ്ഞാൽ ഗോവയിൽ നോർത്ത് ഗോവയിൽ ആളുകളെല്ലാം കൃഷി ചെയ്ത് മലയോരത്തെല്ലാം കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ കൾച്ചറാണല്ലോ, പോർച്ചുഗീസ് കൾച്ചറാണ് ഈ ഭാഗത്ത്. ആ ഭാഗത്ത് അങ്ങനെയല്ല, ഇന്ത്യൻ കൾച്ചറാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാണെന്ന് തോന്നുന്നു. ഇവിടെ ടൂർ വരുന്നവനെ പിഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളൊരു സിദ്ധാന്തമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പുറത്തങ്ങനെയല്ല, മനുഷ്യരോടൊക്കെ സ്നേഹവും സഹിഷ്ണുതയൊക്കെ ഉള്ളവരാണ്. വേറെ പാടശേഖരമാണ് കിടക്കുന്നതെന്ന് നോക്കി. ഇതൊരു വലിയ പുഴയാണ് ഇപ്പം ഞാൻ കയറി ഇറങ്ങിയത്. ഉപ്പുവെള്ളമാണ് കേട്ടോ. ഷട്ടറുകളോ കാര്യങ്ങളോ ഒക്കെ ഒന്നും കാര്യമായിട്ടില്ല. നാല് ചുറ്റും മലനിരകളാണ്. ഇനിയിപ്പോൾ ഒരു മലനിര കയറി ഇറങ്ങി വേണം നമുക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ഈ സൈഡ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാവോ എന്ന് എനിക്കറിയില്ല. മലയുടെ സൈഡിൽ കൂടെ അടിവാരത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ മുകളിലൊരു വലിയ പള്ളി കാണാം നമുക്ക്. രണ്ടാ മലയുടെ മുകളിൽ NH-ൻ്റെ സൈഡിൽ ഏതാ പള്ളിയെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ആ വഴി പോയാൽ മതിയായിരുന്നു. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞ് ഇതിലെ പോകും, ഇതാണ് എളുപ്പ വഴിയെന്ന് പറഞ്ഞു. ഇതുണ്ടോ, അങ്ങകലെ ഒരു വലിയ പള്ളി മലയുടെ മുകളിൽ. ഇത് അടിവാരമാണ്, തരിശ് കിടക്കുന്ന ഭൂമി. പള്ളി ചെറുതായിട്ട് നമുക്ക് കാണാം. അത്രയും ദൂരെയാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഇതാണ് സാന്താന ചർച്ച്. ക്രിസ്തുരാജൻ്റെ പള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്രണ്ടിൽ ക്രിസ്തുരാജൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കുരിശടി. അകത്തോട്ട് നോ എൻട്രി എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കയറുന്നില്ല. പഴയ പള്ളിയാണ്, വളരെ പഴക്കമുള്ള പള്ളി. അപ്പോൾ സാന്താന ചർച്ച് എന്നാണ്, സെൻ്റ് ആൻ ചർച്ചാണ്. വിശുദ്ധ അന്നാമ്മയുടെ പേരിലുള്ള ചർച്ചാണ്. ശരിയാണ്. ആ മുകളിൽ വിശുദ്ധ അന്നയുടെ ഒരു പഴയ രീതിയിലുള്ള ശില്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പള്ളിയാണ് കേട്ടോ. ഒരു വലിയ വലിപ്പമുള്ള പള്ളി. പക്ഷേ മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല. എന്താണെന്നറിയില്ല. നടയിലൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ഫുള്ള് നടയാണ് കേട്ടോ. ഇത് നടയിൽ മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ മനോഹരമായൊരു പള്ളി, സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പള്ളിയാണ്. വെട്ടുകല്ലിൽ തീർത്ത പള്ളിയാണ്. രണ്ട് അവിടെയൊക്കെ കുമ്മായം പോയിട്ട് വെട്ടുകല്ല് പൊടിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ കയറ്റിയൊന്നും വരികയില്ല. പ്രായമുള്ള ഒരാളാണ്. ഇനി ഇവിടുത്തെ അച്ഛനാണോ എന്നും അറിയില്ല. അങ്ങനെ ഒരു വിശുദ്ധ അന്നയുടെ പേരിലുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ. ഗോവയിൽ കണ്ട ഇപ്പോൾ കാണുന്നതിൽ ഏറ്റവും വലിയൊരു പള്ളിയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. സൂര്യനൊക്കെ അസ്തമിക്കാറായി. ഇനിയിപ്പോൾ വലിയ കയറ്റങ്ങൾ കയറി വേണം നമുക്ക് പോകാൻ. 4 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മതി. ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ക്രിസ്തുരാജൻ്റെ ഒരു സ്റ്റാച്യു നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരിശടി. അപ്പോൾ ഫോറിൻ മിഷണറിമാർ സ്ഥാപിച്ച ഒരു പള്ളിയാണിത്. അപ്പോൾ നമ്മൾ ഈ മലയെല്ലാം കയറി മുന്നോട്ട് പോവുകയാണ്. വളരെ ദൂരം ഒന്നും പോകാനില്ല. 4 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. ഈ കുന്ന് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. വഴിയെല്ലാം തീരെ ഇതായിട്ട് കിടക്കുന്ന റോഡാണ്. ഞാനോടത്തെ ഓൾഡ് ഗോവയൊക്കെ ഭയങ്കര സംഭവമായിരിക്കും വിചാരിച്ചത്. വന്നപ്പോൾ ഒരു ടിപ്പർ പോകാനുള്ള വഴിയേ ഉള്ളൂ, ചെറിയ ടിപ്പർ. ഇവിടെ കുറച്ച് വയസ്സന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പള്ളിക്കകത്ത്. സ്കൂട്ടറൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് എതിരെ കയറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരി, യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇത് പഴയ സിമിട്രി ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ കുന്ന് കയറി കേട്ടോ. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു ശക്തി. കാരണം ഞാൻ ആ താഴെ പള്ളിയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ദൈവമേ, ഈ കയറ്റാൻ ആരെയും ഒന്ന് കൈവെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരണേന്ന്. ഇത് കണ്ടോ, ഇതാണ് പള്ളി. എൻ്റെ മുമ്പിൽ കാണുന്ന പള്ളി കണ്ടോ, അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു കയറ്റമുണ്ട്. എൻ്റെ ദൈവമേ, ഈ കാണുന്ന കയറ്റം, ഒരു കയറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ കയറ്റമൊന്നുമില്ല കേട്ടോ. നമ്മൾ തീക്കോയിൽ നിന്ന് വാഗമണ്ണിന് കയറുമ്പോഴുള്ള കയറ്റമുണ്ടല്ലോ, ആ കയറ്റത്തിൻ്റെ ഒരു സുഖമാണ്.
ആ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചവിട്ടി മടുത്ത് നിൽക്കുന്ന സമയത്തുള്ള സുഖമുണ്ടല്ലോ. ഇപ്പോൾ സമയം 4:30 മണിയായി. ഇത് കണ്ടോ, ഈ കയറ്റം ഞാൻ എങ്ങനെ കയറുമെന്ന് വിചാരിച്ചതേ ആ താഴെ കാണുന്ന സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തള്ളിക്കയറ്റി വരുമ്പോൾ നടുക്കൊരു ഇരുമ്പിൻ്റെ സാധനം കിട്ടി. അതേ തലയും കുത്തി വീണെന്ന് വിചാരിക്കുമോ, ദൈവത്തിന് കുരുത്തം കൂടി ഫ്രണ്ട് ടയർ പൊങ്ങാതെ ഇങ്ങനെ കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും 3 പിള്ളേർ 2 ബൈക്കിലായിട്ട് നമ്മുടെ തലയോലപ്പറമ്പുകാർ പിള്ളേരാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഓർത്തോണം. ഞാൻ കുറേ പേർക്ക് കൈ കാണിച്ച് ആരും മൈൻഡ് ചെയ്യാതെ പൊയ്ക്കൊണ്ടിരിക്കുക. 10-15 മിനിറ്റ് ആയിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് തലയോലപ്പറമ്പുകാർ 3 പിള്ളേർ, ഒരാൾ ഡോക്ടറാണ്, അയാൾ ചൈനയിൽ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ കറങ്ങാൻ വന്നതാണ്. വേറെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് വൈകിട്ടത്തെ ട്രെയിന് തിരിച്ചു പോകേണ്ടതാണ്. അവർ ഇപ്പോൾ ഓൾഡ് ഗോവ പോയിട്ട് തിരിച്ചു പോകുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നിർത്തി അവരോട് പറഞ്ഞു, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ആ ഡോക്ടർ പയ്യൻ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്ന്, അങ്ങനെ പേര് പോലും ചോദിക്കാൻ നിന്നില്ല. അവർക്ക് ട്രെയിൻ മിസ്സാവുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പോയി എന്നുള്ളതാണ്. പക്ഷെ കയറി വന്നപ്പോഴത്തെ കാഴ്ച കണ്ടോ, എന്നാ മനോഹരമായ പ്രദേശത്ത് കായലിങ്ങനെ കയറിക്കിടക്കുന്നു. ഞാൻ ക്രോസ് ചെയ്ത് വന്ന നദിയൊക്കെയാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് മലനിരകൾ, എന്ത് നല്ല സ്റ്റൈല്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഓൾഡ് ഗോവയുടെ മലമ്പ്രദേശത്തെ കാട്. ഇനിയുണ്ട് ഒരു കയറ്റം കൂടി ഞാൻ കയറിപ്പോകാൻ. അതും ആരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെയിറ്റ് കുറച്ച് കുറയ്ക്കാനുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം താമസിയാതെ തന്നെ നാട്ടിലോട്ട് കാർഗോ അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കാർഗോ അയച്ചിട്ട് ബാക്കി സാധനങ്ങളും അത്യാവശ്യ സാധനങ്ങളുമായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ കയറ്റം ഞാൻ ഒരു പരുവത്തിൽ തള്ളിക്കയറ്റി ആ പിള്ളേരുടെ സഹായത്തോടെ ഇവിടെ വന്ന് നിന്നിട്ട് ഈ കാഴ്ച കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അതാണ് നമ്മളെ മനസ്സ് കുളിർപ്പിക്കുന്നത്. എനിക്ക് ഹൈവേ വഴി പോകാം, 10 കിലോമീറ്റർ കൂടുതൽ ചവിട്ടണം. ഈ ഒരൊറ്റ കയറ്റത്തിൻ്റെ പേരിലാണ് എല്ലാവരും ഈ വഴി ഒഴിവാക്കി അപ്പുറത്തെ വഴി പോകുന്നത്. പക്ഷേ എനിക്ക് ഈ പള്ളി ഇവിടുത്തെ പ്രശസ്തമായ പള്ളിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇതായിട്ട് കിടക്കുന്നതാണ്. ആ പള്ളി ഒന്ന് കാണണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പള്ളിയുടെ ചോട്ടി വന്നിട്ട് ഞാൻ തിരിച്ച് 10-15 കിലോമീറ്റർ പുറകോട്ട് ചവിട്ടിയാലും എനിക്ക് ഹൈവേയിലെത്തി പിന്നെ തിരിച്ച് ഓൾഡ് ഗോവയ്ക്ക് പോകാം. ഓൾഡ് ഗോവയുടെ മണ്ണിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ കയറ്റം കയറി വരിക എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമായിരുന്നു. അത് സാധിച്ചു കിട്ടി. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കുറേ സാധനങ്ങൾ കുറയ്ക്കും, എന്നിട്ടേ ഉള്ളൂ യാത്ര. അതിപ്പം ഒരു 10-30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാർഗം കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്, യാത്ര തുടരുകയാണ്. കുഞ്ഞ് ഓക്കെയാണ്, നമ്മുടെ സൈക്കിൾ ഓക്കെയാണ്, ഞാനും ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തള്ളിക്കയറ്റി മുമ്പോട്ട് പോകാം. ചെറിയൊരു കയറ്റം കൂടിയുണ്ട്, ആ കയറ്റം കൂടി കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന്. അതുകൊണ്ട് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ പറ്റി. ശരി, എന്നാൽ യാത്ര തുടരുകയാണ്.